രുചിയുടെ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങളും വിവിധ രാജ്യങ്ങളിലെ ഭക്ഷ്യോൽപ്പന്ന സ്ഥാപനങ്ങളുടെ പ്രദർശനവുമാണ് ഒമാൻ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫെസ്റ്റിവലിനെ വേറിട്ടതാക്കിയത്. വിവാഹ കേക്കുകൾ, സ്റ്റാർട്ടർ, ഡെസേർട്ട് എന്നിവയുണ്ടാക്കിയാണ് ഒമാനിലെ സ്റ്റാർ ഷെഫുമാർ മത്സരിച്ചത്. മലയാളിയായ തോമസ് നേതൃത്വം നൽകുന്ന ഒമാൻ ഷെഫ് ഗിൽഡാണ് മത്സരമൊരുക്കിയത്. ഒമാൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള നമ്മുടെ കൂടുതലും എക്സ്പേർട്സ് ആണ്. ഇന്ത്യൻസ്, ശ്രീലങ്കൻസ്, പിന്നെ ലാറ്റിനിയൻസ്. മലയാളികൾ ഓൾമോസ്റ്റ് ഒരു 15 മലയാളികളുണ്ടായിരുന്നു. മലയാളി നിക്ഷേപകരുടെ പുതിയ സംരംഭങ്ങൾക്കും പ്രദർശനത്തിൽ തുടക്കമിട്ടു. നമ്മൾ ഫെയർവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ GCC മുഴുവൻ നമ്മൾ പ്രസൻസ് ഉള്ള ഒരു ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഒമാനെ സംബന്ധിച്ചൊരു നമ്മൾ മറ്റ് GCCയിൽ ഫോളോ ചെയ്യുന്ന അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും നമ്മൾ ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അടുക്കള ഉപകരണങ്ങൾ മുതൽ പാത്രം കഴുകുന്ന ഉൽപ്പന്നങ്ങൾ വരെ ഇവിടെ ഇടം പിടിച്ചു. മേൽത്തരം ഉണക്കമുന്തിരികളടക്കമുള്ള ഉൽപ്പന്നങ്ങളുമായാണ് ഇറാൻ പവലിയൻ ശ്രദ്ധ നേടിയത്. ബംഗ്ലാദേശ്, തുർക്കി, തായ്ലൻഡ്, മലേഷ്യ, ഇറ്റലി എന്നിവയ്ക്കും പ്രത്യേക പവലിയൻ ഉണ്ടായിരുന്നു. വിഭവങ്ങൾ സൗജന്യമായി രുചിച്ചു നോക്കാൻ അവസരമുള്ളതിനാൽ നിരവധി ഭക്ഷണപ്രേമികളെയും പ്രദർശനം ആകർഷിച്ചു. വീട്ടമ്മമാർ മുതൽ പാചക വിദഗ്ധർ വരെയുള്ളവരെ ആകർഷിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഒമാൻ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷന് കൊടിയിറങ്ങുന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.